എപ്പോഴും ഐസ്ക്രീം വേണമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് ഒരു ഹെൽത്തി വേ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീം സ്റ്റിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച്, പൊമിഗ്രാനൈറ്റ്, കിവി ആൻഡ് സ്ട്രോബെറി ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട മെയിൻ സാധനമാണ് കോക്കനട്ട് വാട്ടർ. ഞാനിപ്പോൾ എടുത്ത ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ച് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലുള്ള കുറച്ച് ഐസ്ക്രീം മോൾഡ്സ് ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലുള്ള ഐസ്ക്രീമൊക്കെ വെക്കാനായിട്ടുള്ള പല ഷേപ്പുകളിലായിട്ട് നമുക്ക് eBay, ആമസോൺ അതുപോലെ തന്നെ പല ഓൺലൈൻ സൈറ്റുകളിലും പിന്നെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി നമ്മളെടുത്ത ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചൂസ് ചെയ്താൽ ഐസ്ക്രീം കാണാൻ നല്ല കളർഫുൾ ആയിരിക്കും. മാത്രമല്ല അത് കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ എപ്പോഴും മടിയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവരെ കൊണ്ട് ഫ്രൂട്ട്സും കഴിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും പിന്നെ കോക്കനട്ട് വാട്ടറും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലോട്ട് ഓരോ ഡിസൈൻ അനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നമുക്ക് കോക്കനട്ട് വാട്ടർ ഒഴിച്ച് ഇതുപോലുള്ള ചെറിയ സ്റ്റിക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതൊരു നല്ലൊരു അടിപൊളി ഐഡിയ കേട്ടോ. ഫ്രൂട്ട്സ് അവരെ കൊണ്ട് കഴിപ്പിക്കാനും പറ്റും. അതുമാത്രമല്ല ഐസ്ക്രീം ചോദിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഐസ്ക്രീം കൊടുക്കാനും പറ്റും. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഞാനിപ്പോൾ എടുത്ത എല്ലാ മോളിലും ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുവാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഐസുകുട്ടിക്ക് ഇടയ്ക്ക് കഴിക്കാനും പറ്റും. അതുപോലെ ഫ്രണ്ട്സൊക്കെ അവളുടെ വരുമ്പോൾ അവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇസുകുട്ടീനെയും കൂടെ ഇരുത്തിയാണ് ചെയ്യിക്കാറ് കേട്ടോ. അവൾക്കും അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും കൂടെ ഇൻട്രസ്റ്റ് ആയ രീതിയിൽ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവർക്കും ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് കോക്കനട്ട് വാട്ടർ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം എന്നെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഇത് സെറ്റ് ആകാനായിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ കുറേ നേരം ഫ്രീസറിലൊക്കെ ഇരുന്നത് സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലുക്കെന്ന്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും കളർഫുൾ ആയിട്ടുള്ള ഐസ്ക്രീംസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. പിള്ളേർക്കും അത് ഹാപ്പി ആയിരിക്കും, നമുക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അവരുടെ കൂടെ ഇരുന്നത് ചെയ്യുമ്പോഴൊക്കെ. നമ്മളെടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ കളേഴ്സും അതുപോലെ ഐസ്ക്രീമിൻ്റെ മോൾഡ്സിൻ്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഓരോ ഐസ്ക്രീം കേട്ടോ. ആണോ? ടേസ്റ്റ് ഗുഡ് ആണോ? ഇനി കടയിൽ നിന്നുള്ള ഐസ്ക്രീം ആണോ വേണ്ടേ, അമ്മ ഉണ്ടാക്കിയ ഐസ്ക്രീം ആണോ വേണ്ടേ? നല്ല ടേസ്റ്റ് ആണോ? യു റിയലി ലൈക്ക് ഇറ്റ്? അടിപൊളി ആണോ? കാണിച്ചു തന്നത്. നൈസ്. ഓക്കേ, ബൈ ബൈ.